ലോകരാജ്യങ്ങൾ തമ്മിലുള്ള യുദ്ധങ്ങൾ ശക്തമാവുന്ന സാഹചര്യത്തിൽ ഇനി എന്ത് എന്നുള്ളൊരു ചോദ്യം വളരെ പ്രസിദ്ധമാവുകയാണ്. ഈ യുദ്ധങ്ങൾ തുടർക്കഥയാകുന്ന സാഹചര്യം നിലനിൽക്കുന്ന അവസ്ഥയാണ് നമ്മുടെ ചുറ്റുമുണ്ടെങ്കിൽ ഈ യുദ്ധങ്ങൾ ഇനി മറ്റു പല രാജ്യങ്ങൾക്ക് വ്യാപിക്കാനും സാധ്യതകളേറെയാണ്. സിറിയയും പാലസ്തീനും ഗാസയും ഹിസ്ബുള്ളയും ഇസ്രായേലും അമേരിക്കയും എല്ലാ രാജ്യങ്ങളും ഇത്തരത്തിൽ യുദ്ധങ്ങൾ ശക്തമാകുന്ന സാഹചര്യത്തിൽ വളരെ ശക്തമായ പ്രത്യാഘാതങ്ങൾ നേരിടാൻ തയ്യാറെടുക്കുകയാണ് എന്നൊരു കാര്യവും നമ്മൾ മറക്കരുത്. കാരണം വളരെ വലിയ പ്രത്യാഘാതങ്ങളാണ് ഈ യുദ്ധം മൂലം ഇന്ന് ലോകത്തുണ്ടാകുന്നത്. അസുഖങ്ങൾക്ക് മരുന്ന് പോലും ലഭിക്കുന്നില്ല, ആളുകൾക്ക് താമസിക്കാൻ ഇടമില്ല, കുടിക്കാൻ വെള്ളമില്ല, ഭക്ഷിക്കാൻ ആഹാരമില്ല, വസ്ത്രമില്ല. അത്തരത്തിലുള്ള പല പ്രശ്നങ്ങളും ഇപ്പോൾ ലോകരാജ്യങ്ങൾ നേരിടുന്നുണ്ട്. മാത്രമല്ല, ഇസ്രായേലിനെ സഹായിക്കാൻ അമേരിക്കയും പാലസ്തീനെ സഹായിക്കാൻ മറ്റു പല രാജ്യങ്ങളും ഉൾക്കൊള്ളുന്ന സാഹചര്യത്തിൽ രാജ്യങ്ങൾ തമ്മിലുള്ള വലിയ യുദ്ധത്തിനാണ് ഇങ്ങനെ തയ്യാറെടുക്കുന്നതെന്നും പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. റഷ്യ ഇതിനെല്ലാം നേതൃത്വം നൽകുകയും ലോക യുദ്ധങ്ങൾ അവസാനിപ്പിക്കാനും ലോകത്തിന്റെ ആധിപത്യം സ്ഥാപിക്കാനും വേണ്ടി പരിശ്രമിക്കുന്ന മറ്റൊരു സാഹചര്യവും നിലനിൽക്കുകയാണ്. ഈ ഒരു സാഹചര്യം നിലനിൽക്കുന്ന സമയത്ത് മറ്റു പല രാജ്യങ്ങൾക്കും ഇതെല്ലാം വലിയ പ്രത്യാഘാതങ്ങൾ നേരിടേണ്ടി വരും. ഇന്ത്യ അടക്കമുള്ള രാജ്യത്ത് ഈ യുദ്ധങ്ങൾ ഏത് അവസ്ഥയിൽ എത്തിക്കുമെന്നുള്ളത് നമുക്ക് കണ്ടു തന്നെ അറിയണം. മരുന്ന് പോലും ലഭിക്കാതെ, ഭക്ഷണം ലഭിക്കാതെ, വസ്ത്രം ലഭിക്കാതെ നിരവധി ആളുകൾ മരിക്കുന്നത് നമ്മുടെ കൺമുമ്പിൽ വെച്ചായിരിക്കും. ഇതുകൊണ്ടായിരിക്കാം ഇത് മൂന്നാം ലോക മഹായുദ്ധത്തിലേക്കുള്ള ഒരു തയ്യാറെടുപ്പ് മാത്രമായിരിക്കുമെന്ന് മറ്റു പല വലിയ ആൾക്കാരും പറയുന്നത്. എന്തൊക്കെയാണെങ്കിലും ഇത് മൂന്നാം ലോക മഹായുദ്ധത്തിന്റെ ആരംഭം തന്നെയാണെന്നാണ് ഐക്യരാഷ്ട്ര സഭകളടക്കം ഇപ്പോൾ പറയുന്നത്. എന്തൊക്കെയാണെങ്കിലും ഇപ്പോഴുള്ള യുദ്ധത്തിന്റെ പരിണത ഫലം എന്നോളമായിരിക്കാം നെതന്യാഹുവിനെ പറ്റിയാണ് ലോകരാജ്യങ്ങൾ ചർച്ചകൾ ചെയ്യുന്നത്. ഇസ്രായേലിന്റെ അധികാരി എന്ന നിലയിൽ മറ്റു രാജ്യങ്ങളെ ഇല്ലാതാക്കാനും ഇസ്രായേൽ ആധിപത്യം സ്ഥാപിക്കാൻ പരിശ്രമിക്കുമ്പോൾ നെതന്യാഹു ആണ് എല്ലാത്തിനും മുന്നിൽ നിൽക്കുന്നത്. നെതന്യാഹുവിന്റെ തീരുമാനങ്ങളും നെതന്യാഹുവിന്റെ ധാർഷ്ട്യങ്ങളും പല രാജ്യങ്ങൾക്കും ഭീഷണിയായി വരുന്നു. സിറിയയെ അടക്കം ഇല്ലാതാക്കാൻ ഇനി നെതന്യാഹു ശ്രമിക്കുന്നുണ്ട് എന്നുള്ളൊരു ചോദ്യം വളരെ പ്രസിദ്ധമാണ്. അതേസമയം ഇനി നെതന്യാഹുവിനെ ഇല്ലാതാക്കാനും അതേസമയം നെതന്യാഹുവിനെ വധിക്കണമെന്നും പറയുകയാണ് ഇറാൻ. നെതന്യാഹുവിനെ ഇല്ലാതാക്കുന്നതിനൊപ്പം തന്നെ മറ്റു പല രാജ്യങ്ങൾക്ക് സമാധാനം കൈവരിക്കാൻ സാധിക്കുമെന്നാണ് ഇറാൻ വാദിക്കുന്നത്. ഇറാന്റെ അടുത്ത ലക്ഷ്യം തന്നെ നെതന്യാഹുവിനെയും അതുപോലെ തന്നെ ഇസ്രായേലിന്റെ നിരവധി അധികാരികളെയും ഇല്ലാതാക്കുകയും അവരെ വധശിക്ഷയ്ക്ക് ഏൽപ്പിച്ചു കൊടുക്കുകയും ചെയ്യണമെന്നാണ് പറയുന്നത്. അമേരിക്കൻ അധികാരികളോട് അടക്കമുള്ളവരോട് ഇറാൻ ഇക്കാര്യം പറയുകയും ചെയ്തു. അമേരിക്ക ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഇറാന്റെ ഈ ഒരു കാര്യത്തോട് എത്രത്തോളം നല്ല രീതിയിൽ പ്രതികരിക്കും എന്നുള്ളത് വ്യക്തമല്ല. എന്നാൽ പോലും ലോക നീതിന്യായ സംഹിതകളോട് ഇസ്രായേലിന്റെ പരമോന്നതാധികാരിയായ ബെഞ്ചമിൻ നെതന്യാഹുവിനെ ഇല്ലാതാക്കണമെന്ന് ഇറാൻ ആവശ്യപ്പെടുകയാണ്. അയത്തുള്ള ഖമേനിയാണ് ഇത്തരത്തിലുള്ള വാദങ്ങൾ നിർത്തുന്നത്. ഇസ്രായേലിനെ ഇല്ലാതാക്കുന്നതോടൊപ്പം തന്നെ വിവിധ രാജ്യങ്ങൾക്ക് സമാധാനവും അതുവഴി സ്വാതന്ത്ര്യം ലഭിക്കുന്നുണ്ട്. ജൂത കുടിയേറ്റക്കാരെയും അതുപോലെ തന്നെ നിരവധി ആളുകളെ കൊന്നൊടുക്കാൻ വേണ്ടി പല രാജ്യങ്ങളും ശ്രമിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഇസ്രായേലിനെതിരെയുള്ള കടുത്ത പോരാട്ടമാണ് മറ്റ് പല രാജ്യങ്ങളും നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇസ്രായേലിന്റെ അധികാരി ബെഞ്ചമിൻ നെതന്യാഹു എടുക്കുന്ന തീരുമാനങ്ങളും അല്ലെങ്കിൽ കർക്കശ മനോഭാവവും വിവിധ രാജ്യങ്ങൾക്ക് ഭീഷണിയായി വരുന്ന ഒരു സാഹചര്യത്തിലാണ് ഇറാന്റെ പരമോന്നതാധികാരിയായ അയത്തുള്ള ഖമേനി ഇത്തരത്തിലുള്ള ഒരു വാദം മുന്നോട്ട് വെക്കുന്നത്. രാജ്യങ്ങൾ തമ്മിലുള്ള യുദ്ധം അവസാനിപ്പിക്കാൻ വേണ്ടി ബെഞ്ചമിൻ നെതന്യാഹു ഇല്ലാതാവുക തന്നെ വേണമെന്നാണ് ഖമേനി പറയുന്നത്. ഈ യുദ്ധങ്ങളുടെ അവസാനം എത്തണമെങ്കിൽ ആരുടെയും ജീവനല്ല, അത് മറിച്ച് ഇത്തരത്തിലുള്ള സമാധാന ചർച്ചകളും അതുവഴി ലോകരാജ്യങ്ങൾ തമ്മിലുള്ള സമാധാനമാണ് നമ്മൾ മുന്നോട്ട് വെക്കേണ്ടത്. ആളുകൾ മരിക്കുന്നത് വഴി അത് കൂടുതൽ അപകടങ്ങളിലേക്കായിരിക്കും നമ്മളെ കൊണ്ടെത്തിക്കുന്നത്. വധശിക്ഷയല്ല, മറിച്ച് സമാധാനപരമായ ഒരു ചർച്ചയ്ക്കായിരിക്കണം ലോകരാജ്യങ്ങൾ ശ്രമിക്കേണ്ടത്. എന്നാൽ മാത്രമേ ഈ യുദ്ധങ്ങൾക്ക് ഒരു അവസാനം എത്തൂ.